മലയാള സിനിമാ മേഖലയിൽ തൊഴിൽ സമയം നിർണയിച്ച് നിർണായക കരാർ ഓൾ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും പുതിയ കോൾ ഷീറ്റ് സിസ്റ്റത്തിനുള്ള കരാറിൽ ഒപ്പിട്ടു. 16 മണിക്കൂർ ജോലി എന്നത് 12 മണിക്കൂറായി ചുരുങ്ങും. നടീനടന്മാർ ലൊക്കേഷനിൽ വരാൻ വൈകുമ്പോൾ തൊഴിലാളി യൂണിറ്റിലധികം ജോലി ചെയ്യേണ്ട സ്ഥിതിയിൽ വരെ മാറ്റങ്ങൾ വരുന്നതാണ് പുതിയ കരാർ. ബീന റാണിയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ബീന, ഈ കരാറിന്റെ പ്രത്യേകത എന്താണ്? എത്രത്തോളം വലിയ ചലനം നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്നതാണ് ഈ കരാർ? ഗൗതം, സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ് തൊഴിലാളികളുടെ ജോലി സമയം സംബന്ധിച്ച് പുതിയ കരാർ ഉണ്ടാക്കണമെന്ന ഒരു ആവശ്യം. ഇതനുസരിച്ചാണ് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി നടന്ന ദീർഘകാലത്തെ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പുതിയ ഒരു കോഷി സിസ്റ്റം നിലവിൽ വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് 16 മണിക്കൂർ ജോലി എന്നത് 12 മണിക്കൂറായി കുറയ്ക്കും. അധിക സമയത്തുള്ള ജോലിക്ക് അധിക വേതനം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഫെഫ്ക ചൂണ്ടിക്കാണിക്കുന്നത് നടീനടന്മാർ ലൊക്കേഷനിൽ വരാൻ വൈകുമ്പോൾ തൊഴിലാളികൾ യൂണിറ്റിൽ അധിക ജോലി ചെയ്തേണ്ടിയിരുന്ന ഒരു സ്ഥിതി വരും. ഈ സ്ഥിതിക്കാണ് ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അതായത് 12 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷമുള്ള അധിക ജോലിക്ക് അധിക വേതനം എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവകരമായ ഒരു കരാറാണിതെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ അംഗങ്ങളുടെ ക്ഷേമവും അവകാശവും സംരക്ഷിക്കുന്ന ഒരു പുതിയ കരാറാണിതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിശ്രമം, ഓവർടൈം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ തീരുമാനമായി എന്നും ഫെഫ്ക പറയുന്നു. അതോടൊപ്പം തന്നെയാണ് നടീനടന്മാരുടെ പ്രതിഫലം സംബന്ധിച്ച് നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. നടീനടന്മാരുടെ പ്രതിഫലം ക്രമാതീതമായി വർദ്ധിക്കുന്നത് നിർമ്മാണത്തെ സാരമായി ബാധിക്കുന്നു. സിനിമകൾ വിജയിക്കാത്ത സാഹചര്യം വരെയുള്ളപ്പോൾ ഇത്തരത്തിൽ പ്രതിഫലം വർദ്ധിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി നേരത്തെ നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് താരസംഘടന അമ്മയ്ക്ക് വീണ്ടും കത്തയച്ചിട്ടുണ്ടെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതോടൊപ്പം തന്നെയാണ് കരാറിലുള്ള കാര്യങ്ങൾ പാലിക്കാൻ നടീനടന്മാർ തയ്യാറാകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. പലരും സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പ്രൊമോഷൻ അടക്കമുള്ള സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുന്നു. ഇത് സിനിമയുടെ വിജയത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ കരാറിലുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കാൻ സിനിമാ മേഖലയിലുള്ള പ്രവർത്തകർ തയ്യാറാകണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമാ മേഖലയിലെ തൊഴിൽ സമയം 16-ൽ നിന്നും 12 ചുരുക്കുന്ന കരാറിലാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്, ധാരണയായിരിക്കുന്നത്. ഇത് വലിയ മാറ്റങ്ങൾ സിനിമാ സെറ്റിൽ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതാണ് ഈ കരാർ. ബീന റാണിയാണ് വിവരങ്ങളുമായി ചേർന്ന്